എല്ലാവർക്കും നമസ്കാരം. 8th സ്റ്റാൻഡേർഡ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി ആയിരുന്നു പഠിച്ചു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് പഠിക്കണം കേട്ടോ. ഈ ഫിഗർ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അപ്പം സെയിം പോളുകളാണെങ്കിലും അല്ലെങ്കിൽ അൺലൈക്ക് പോളുകളാണെങ്കിലും എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിച്ചിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞായിരുന്നു. അതും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത്, ഇവിടെ ഒരു ചിത്രം കണ്ടിട്ടുണ്ടോ? എന്താണ് കൊടുത്തിരിക്കുന്നത് ഈ ചിത്രത്തിൽ? ഒരു ബാർ കാന്ത അല്ലേ, ഒരു ബാർ മാഗ്നറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു യു ഷേപ്പിലുള്ള മാഗ്നറ്റും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് നമുക്കറിയാം ഫീൽഡ് ലൈൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ്. അതുകൊണ്ടല്ലേ ബാർ മാഗ്നറ്റ് ആണെങ്കിൽ നോർത്തിൽ നിന്നും സൗത്തിലേക്ക് അല്ല, എങ്ങനെയാണ് ഫീൽഡ് ലൈൻസ് പോകുന്നത്. അതുപോലെ തന്നെ യു ഷേപ്പിലുള്ളതുകൊണ്ടല്ലേ ഈ റെഡ് എപ്പോഴും കാണിക്കുന്നത് നോർത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ മാഗ്നറ്റ് തരുമ്പോൾ മാഗ്നറ്റ് ഇങ്ങനെ നോർത്തും സൗത്തും ഒന്നും എഴുതുമില്ല. അപ്പം ഈ എപ്പോഴും റെഡ് ഇൻഡിക്കേറ്റ് ചെയ്യും, റെഡ് പോയിന്റോ അങ്ങനെ എന്തെങ്കിലും കാണും കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഏതിനെയാണ്? നോർത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഇത് നോർത്ത് സൗത്ത്, അപ്പം നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് ഫീൽഡ് ലൈൻസ് പോകുന്നത്. ഇനി ഈ ഫീൽഡ് ലൈൻസിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ഫ്ലാറ്റ് സർഫസ് വെക്കുകയെന്ന് ചോദിച്ചു. അതായത് കണ്ടില്ല, ഇവിടെ ഒരു ഫ്ലാറ്റ് സർഫസ് ഇവിടെ വെച്ചു. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു ഫ്ലാറ്റ് സർഫസ് വെച്ചു. അപ്പോൾ എന്താണ് ഇവിടെ കാണുന്നത്? അപ്പോൾ ഈ സർഫസ് എവിടെ വേണമെങ്കിലും വരാം. മാഗ്നറ്റിന്റെ മുകളിലോ താഴെ ഭാഗത്തോ അല്ലെങ്കിൽ സൈഡിലോ എവിടെ വേണമെങ്കിലും വരാം. അപ്പം ഈ സർഫസിലൂടെ എത്ര മാഗ്നറ്റിക് ലൈൻസ് കടന്നു പോകുന്നുണ്ട് മനസ്സിലായി? ഇപ്പൊ ഈ ഒരു സർഫസ് കണ്ടു. ഈ സർഫസിനുള്ളിലൂടെ എന്തുമാത്രം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നോക്കുക, ഈ സർഫസിന്റെ ഉള്ളിലൂടെ എന്തുമാത്രം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ട്. ക്ലിയർ ആകുന്നല്ലോ? അപ്പം ആ ഒരു സർഫസിലൂടെ എത്രമാത്രം അല്ലെങ്കിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ട്, അതിനെ നമ്മളൊരു പേര് പറയും. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയും. മാഗ്നറ്റിക് ഫ്ലക്സ്. മനസ്സിലായല്ലോ? അപ്പം എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിങ് നോർമലി ത്രൂ എ ഗിവൺ സർഫസ്. അതായത് ഒരു നിശ്ചിത പ്രതലം അല്ലേ, ഈ ഒരു പ്രതലത്തിലൂടെ ലംബമായിട്ട് കടന്നു പോകണം കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, പക്ഷേ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ പോകുന്നൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ലംബമായിട്ട് കടന്നു പോകുന്നത് കേട്ടോ. അങ്ങനെയുള്ള കാന്തിക മണ്ഡല രേഖകളുടെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ടോട്ടൽ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഇനി ഈ സർഫസിന് വലിപ്പം കൂടുകയെന്ന് വിചാരിച്ചു. ഈ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വലിപ്പം കൂടിക്കഴിഞ്ഞാൽ അത് ഏരിയ, സർഫസ് ഏരിയ എന്ന് പറയാം കേട്ടോ. സർഫസിന്റെ ഏരിയ കൂടുവാണെന്നുണ്ടെങ്കിൽ ഈ മാഗ്നറ്റിക് ഫ്ലക്സും എങ്ങനെയായിരിക്കും? അവിടെ കൂടും. മനസ്സിലാവുന്നല്ലോ? അതിന് കാരണം എന്താണ്? ഫ്ലക്സ് എന്ന് വെച്ചാൽ ഈ ഏരിയക്ക് പ്രപ്പോർഷണൽ ആണെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അതായത് ഈ ഫ്ലക്സിലൂടെ അതായത് ഈ ഫീൽഡിലൂടെ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിന്റെ, അതായത് ഈ സർഫസിലൂടെ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിന്റെ നമ്പറിനെയാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ സർഫസ് ഏരിയ കൂടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫ്ലക്സും അവിടെ കൂടും. ക്ലിയർ ആയല്ലോ? ഇനി ഈ സർഫസ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഏരിയ ആണെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മളൊരു സർഫസ് കണ്ടു. ഈ സർഫസ് എന്ന് വെച്ചാൽ യൂണിറ്റ് ഏരിയ, അതായത് 1 മീറ്റർ സ്ക്വയർ, അതായത് അങ്ങനെ ഒരു യൂണിറ്റ് ഏരിയ ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ യൂണിറ്റ് ഏരിയയിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ടോട്ടൽ നമ്പറിനെ നമ്മൾ പറയും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയും. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. മനസ്സിലായോ പറഞ്ഞത്? അപ്പം 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിങ് നോർമലി ത്രൂ എ ഗിവൺ സർഫസ്. ഒരു സർഫസിലൂടെ ലംബമായിട്ട് കടന്നു പോകുന്ന മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ അല്ലെങ്കിൽ കാന്തിക മണ്ഡലങ്ങളുടെ ആകെ എണ്ണത്തെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സർഫസ് ഏരിയ അവിടെ കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫ്ലക്സും അവിടെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ ആണല്ലോ? ഇനി ആ സർഫസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു യൂണിറ്റ് കേട്ടോ, യൂണിറ്റ് പരപ്പുള്ള ഒരു യൂണിറ്റ് ഏരിയ ഉള്ള ഒരു സർഫസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, അതായത് മാഗ്നറ്റിക് ഫ്ലക്സ്. ആ മാഗ്നറ്റിക് ഫ്ലക്സിനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയും കേട്ടോ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി യൂണിറ്റ് ഏരിയ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഓക്കെ ആണല്ലോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ബാർ മാഗ്നറ്റ് കൊടുത്ത് യു ഷേപ്പ് മാഗ്നറ്റ് കൊടുത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോക്കുക. ഇമാജിൻ എ സ്മോൾ ഫ്ലാറ്റ് സർഫസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആസ് ഷോൺ. The surface can be imagined anywhere around the magnet.
count how many magnetic field lines passing through the surface. This number of field lines is called magnetic flux through the surface. Okay ആണല്ലോ, അതായത് ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. The total number of magnetic field lines passing normally through a given surface is called magnetic flux. Okay ആണല്ലോ, total number of magnetic field lines passing normally through given surface is called magnetic flux. കൃത്യമായിട്ട് മനസ്സിലാക്കണം. 10th വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എന്നുള്ള പറയത്തുള്ളൂ. അപ്പം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോഴും 10th ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടെ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്നുള്ളത്. അപ്പം നിങ്ങളിപ്പോൾ പഠിച്ചു പോകുക കേട്ടോ. ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പം ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ എന്താണെന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് magnetic field lines passing normally through a given surface is called magnetic flux. ഇനി നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ നോക്കിയേ, വാട്ട് വിൽ ഹാപ്പൻ ടു ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഇഫ് ദ സൈസ് ഓഫ് ദി ഫ്ലാറ്റ് സർഫസ് ഇൻക്രീസ്. അല്ലേ, നമ്മൾ പറഞ്ഞ സൈസ് ഓഫ് ദി മാഗ്നറ്റിക് സർഫസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ എന്താണ് ഇൻക്രീസ് ചെയ്യും, കൂടും. ഇനി ഇത് ഫ്ലാറ്റ് സർഫസ് യു ഇമാജിൻ ഹാസ് യൂണിറ്റ് ഏരിയ ആവുകയാണെന്നുണ്ടെങ്കിൽ ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് പാസിംഗ് നോർമലി ത്രൂ ഇറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. നോക്കോട്ടോ, ദ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ത്രൂ എ യൂണിറ്റ് ഏരിയ ഇസ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് ദാറ്റ് റീജിയൻ. ഓക്കെ ആണല്ലോ, യൂണിറ്റ് ഏരിയയിൽ കൂടെ അല്ലെങ്കിൽ യൂണിറ്റ് പരപ്പളവിലൂടെ ലംബമായി കടന്നു പോകുന്ന കാന്തിക ഫ്ലക്സിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, എന്താ നോക്കിയേ, ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എവിടെയായിരിക്കും കൂടുതൽ എന്ന് നോക്കാം. അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, അതിൻ്റെ സാന്ദ്രത, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്തുമാത്രം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ സാന്ദ്രത എന്താണ്, എവിടെയാണ് കൂടുതലെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതായത് നമ്മൾ നോർത്തും സൗത്തും കണ്ടല്ലോ, നോർത്തിലാണോ സൗത്തിലാണോ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഓർത്തോളം എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം എവിടെയാണ് കൂടുതലെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ പറഞ്ഞാൽ നമ്മളൊരു ബാർ മാഗ്നറ്റ് എടുത്ത് ആ ബാർ മാഗ്നറ്റ് ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് വെച്ചു. ടെസ്റ്റ് ട്യൂബിലേക്ക് വെച്ചിട്ട് ആ ടെസ്റ്റ് ട്യൂബ് നമ്മളൊരു കോർക്ക് വെച്ച് അടച്ചിരിക്കുക. ഇവിടെ ഇങ്ങനെ ഒരു ടെസ്റ്റ് ട്യൂബ്, ഒരു ചെറിയ ടെസ്റ്റ് ട്യൂബ് എടുത്തു. എന്നിട്ട് ആ ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ ബാർ മാഗ്നറ്റ് വെച്ചു കേട്ടോ. എന്നിട്ട് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ അറ്റം നമ്മളൊരു കോർക്ക് വെച്ച് അടച്ചു. എന്നിട്ട് ഈ ടെസ്റ്റ് ട്യൂബ് നമ്മളൊരു കുപ്പിക്കകത്തോട്ട്, കണ്ടില്ല, ഒരു കുപ്പിക്കകത്തോട്ട് വെച്ചു. ഈ കുപ്പിക്കകത്തോട്ട് വെച്ചിട്ട് ആ കുപ്പിക്ക് എന്താണ്, കുപ്പിക്കകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുപ്പിക്കകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് മുങ്ങി നിൽക്കാവുന്ന, ടെസ്റ്റ് ട്യൂബ് മുങ്ങി നിൽക്കാവുന്ന പാത്രം എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിത് ഇറക്കി വെക്കുന്നത്. അന്നേരം ഈ ടെസ്റ്റ് ട്യൂബ് ഈ അടിഭാഗത്ത് മുട്ടുന്ന രീതിയിൽ വേണം കേട്ടോ. ആ കുപ്പിയുടെ അടിഭാഗത്ത് മുട്ടുന്ന രീതിയിൽ നമ്മൾ ഇറക്കി വെക്കുക. മനസ്സിലായല്ലോ. എന്നിട്ട് ഈ എണ്ണയ്ക്കകത്ത് നമ്മൾ എന്താണ്, കുറച്ച് അയൺ ഫില്ലിങ്സ് ഇടും കേട്ടോ. അയൺ ഫില്ലിങ്സ് കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ഈ എന്താണ് ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഒരു വലിയ കുപ്പി എടുത്തു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് കുറച്ച് അയൺ ഫില്ലിങ്സ് ഉണ്ട്, ചെറിയ ഇരുമ്പ് തരികളൊക്കെ ഉണ്ടല്ലോ, ആ ഇരുമ്പ് തരികൾ അതിലിട്ടിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബ് അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കുന്നത്. എന്നിട്ട് കുപ്പിയുടെ മോൾഭാഗം നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് ട്യൂബ് താഴ്ഭാഗത്ത് ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇരുമ്പ് പൊടികളെല്ലാം കണ്ടില്ലേ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ, ഏത് ഭാഗത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അതിൻ്റെ ഈ നമുക്കറിയാം ബാർ മാഗ്നറ്റില്ല. അപ്പോൾ ബാർ മാഗ്നറ്റ് ആകുമ്പോൾ എന്താണ്, അതിന് 2 പോൾസ് ഉണ്ട്, നോർത്തും സൗത്തും ഇല്ല. അതാ നോക്കി ആ പോൾസിൻ്റെ ഭാഗത്തായിട്ട് കേട്ടോ. അത് നോർത്ത് എഴുതിയിരിക്കുന്ന നോക്കണ്ട. ഇവിടെ ബാർ മാഗ്നറ്റ് നോക്കുമ്പോൾ നമുക്ക് ഒരു സൈഡ് നോർത്തും സൗത്തും ആണ് ഇല്ലേ. അപ്പോൾ എന്താണ്, ആ നോർത്തിൻ്റെയും സൗത്തിൻ്റെയും ഭാഗങ്ങളിലെ കൂടുതലായിട്ട് ഇരുമ്പ് തരികൾ വന്നത്, ഇരുമ്പ് പൊടി വന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താണ്? പോൾസ് ഇല്ല. ഇവിടെ എങ്ങനെയാണ്, ഇവിടെ അധികം ഇരുമ്പ് തരികളുണ്ടോ? ഇല്ല. ഈ പോർഷൻസിൽ അധികം ഇരുമ്പ് തരികളില്ല. അതേസമയം അതിൻ്റെ പോൾസിൻ്റെ അവിടെ ഒരുപാട് ഇരുമ്പ് തരികൾ വന്നിരിക്കുന്നു, ആൻഡ് ഫില്ലിങ്സ് വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അവിടെയാണ് കൂടുതൽ ഫ്ലക്സ് ഡെൻസിറ്റി ഉള്ളത്. മനസ്സിലായോ? അപ്പം എവിടെയാണ്? പോൾസിലാണ് കൂടുതൽ ഫ്ലക്സ് ഡെൻസിറ്റി ഉള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ എന്താണ്, കാന്തത്തിൻ്റെ ധ്രുവങ്ങളിലാണ് കാന്തിക ശക്തി ഏറ്റവും കൂടുതലായത്. അതുകൊണ്ടാണ് ഇതെല്ലാം ഈ അയൺ ഫില്ലിങ്സ് എല്ലാം അവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇല്ലേ. ഈ ധ്രുവങ്ങളിൽ നിന്ന് ആവുന്നു പോകുന്നവരും എന്താ സംഭവിക്കുന്നത്? പോൾസിൽ നിന്ന് ആവുന്നു പോകുന്നവരും എന്ത് സംഭവിക്കുന്നുണ്ട്? ഫ്ലക്സ് ഡെൻസിറ്റി അവിടെ കുറയുന്നു, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് അവിടെ കുറയുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് കാന്തിക ശക്തി കൂടിയ ഭാഗം അല്ലേ? കാന്തിക ശക്തി കൂടിയ ഭാഗത്ത് എവിടെയാണ്? ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലായിരിക്കും. അതായത് കാന്തിക ശക്തി എവിടെയാണ് കൂടുതൽ? പോൾസിൽ അല്ലേ. മാഗ്നറ്റിക് സ്ട്രെങ്ത് കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മാഗ്നറ്റിക് സ്ട്രെങ്ത് എവിടെയാണ് കൂടുതൽ? പോൾസിലാണ് കൂടുതൽ.
അല്ലേ? അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലേ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും എവിടെയായിരിക്കും കൂടുതൽ? പോൾസിലായിരിക്കും കൂടുതൽ. ഓക്കെ ആണല്ലോ. അപ്പം ഏറ്റവും കൂടുതലായിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഉള്ളത് എങ്ങനെയാണ്? ആ മാഗ്നറ്റിന്റെ പോൾസിലായിരിക്കും. ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈസ് എ ഫ്ലക്സ് ഡെൻസിറ്റി ഹയർ അറ്റ് ദ പോൾസ് ഓഫ് ദ മാഗ്നറ്റ് ഓർ അറ്റ് അതർ പ്ലേസസ്? എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന എക്സ്പെരിമെന്റ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, വായിച്ചു നോക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഷൻ എത്താൻ സാധിക്കും? അതാ ഇവിടെ നോക്കുക കേട്ടോ. ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വേർ ആർ ദ അയൺ ഫില്ലിംഗ് സീൻ ദ ലീസ്റ്റ്? ഏറ്റവും കുറവ് കാണപ്പെടുന്നത് എവിടെയാണ്? ഈ ഇടഭാഗത്ത് അല്ലെ, ഈ പോർഷൻസിലാണ് ഏറ്റവും കുറവ് കാണപ്പെടുന്നത് അല്ലെ. ദിസ് ഹാപ്പൻസ് ബിക്കോസ് ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് മോർ അറ്റ് ദ പോൾസ് ഓഫ് ദ മാഗ്നറ്റ് ആൻഡ് ബിക്കംസ് വീക്കർ ആസ് വി മൂവ് അവേ ഫ്രം ദ പോൾസ് അല്ലെ. പോൾസിൽ നിന്നും അകന്നു മാറുമ്പോൾ എന്താണ്? മാഗ്നറ്റിക് സ്ട്രെങ്ത് കുറയുന്നു അല്ലേ. അപ്പൊ നമുക്ക് മാഗ്നറ്റിക് സ്ട്രെങ്തും മാഗ്നറ്റിക് ഫ്ലക്സും ആയിട്ടുള്ള റിലേഷൻ നമുക്ക് പറയാം അല്ലേ. മാഗ്നറ്റിക് സ്ട്രെങ്ത് എവിടെയാണോ കൂടുതലുള്ളത് അവിടെയായിരിക്കും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും കൂടുതലായിട്ടുണ്ടായിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഹയർ ഇൻ പ്ലേസസ് വേർ ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് മോർ. ക്ലിയർ ആയോ? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലായിരിക്കുന്നത് എവിടെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിലാണ്. ഇതാണ്. അപ്പൊ എവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലായിട്ടുള്ളത്? ദ പോൾസ് ഓഫ് മാഗ്നറ്റ് ഹാവ് ദ ഹയസ്റ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. പോൾസിലാണ്, മാഗ്നറ്റിന്റെ പോൾസിലാണ് മാഗ്നറ്റിക് സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഉള്ളത്. അതുകൊണ്ട് അവിടെയായിരിക്കും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും കൂടുതൽ. പോയിന്റ് ആണ് കേട്ടോ, മനസ്സിലാക്കണം. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതൽ എവിടെയാണ്? പോൾസിലാണ്. അതിന് കാരണം എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതൽ എവിടെയാണ്? പോൾസിലാണ്. ദാറ്റ് ഈസ് ദ റീസൺ. മനസ്സിലായല്ലോ? അപ്പൊ പോയിന്റുകളാണ്, ക്ലിയർ ആക്കി പഠിക്കുക. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് നോക്കാം. അതായത് ഇതാ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഇവിടെ ഒരു ബാർ മാഗ്നറ്റ് ഇവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുക അല്ലേ, തൂക്കി ചെയ്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ ഭാഗത്തേക്ക് ഒരു അയൺ നെയിൽ, ഒരു ചെറിയൊരു അയൺ നെയിൽ അവിടെ കൊണ്ടുവരുവാണ്. മനസ്സിലായില്ല? മുട്ടുസൂചി ഉണ്ടല്ലോ, ഒരു മുട്ടുസൂചി അടുത്തേക്ക് കൊണ്ടിരുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്കറിയാം ഇവിടെ നോർത്താണ്, സൗത്ത് ആണ് അല്ലേ. അപ്പൊ എന്താണ് കൊണ്ടുവന്ന് കഴിയുമ്പം ഇവിടെ നമ്മളൊരു മാഗ്നറ്റിക് നീഡിലും കൊണ്ടുവരുവാന്ന് ചോദിച്ചു. മാഗ്നറ്റിക് നീഡിൽ കൊണ്ടുവന്നു. അതായത് ഈ മുട്ടുസൂചി ബാർമാൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഇതിന്റെ ഫ്രീ ആയിട്ടുള്ള ഈ എൻഡിലേക്ക് നമ്മൾ എന്താണ് ഒരു മാഗ്നറ്റിക് നീഡിലും കൊണ്ടുവരുന്നു. അപ്പൊ എന്താണ് ഈ മാഗ്നറ്റിക് നീഡിൽ വരുമ്പോൾ അത് ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഡയറക്ഷൻ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന് കാരണം എന്താണ്? അതാ എന്താണ് ഈ മുട്ടുസൂചി അല്ലേ, ഈ മുട്ടുസൂചി എന്തായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്? അതെന്താണ്? അതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്തു ഇല്ലേ. അതുകൊണ്ടല്ലേ ഇവിടുത്തെ നമ്മളൊരു നീഡിൽ കൊണ്ടുവരുമ്പോൾ അത് ഡിഫ്ലക്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ ഇരിക്കുന്ന ഈ ബാർ മാഗ്നറ്റിന്റെ ഇൻഫ്ലുവൻസ് മൂലം ഇതിലേക്ക് എന്താണ് ഒരു മാഗ്നറ്റിക് സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. ഈ മുട്ടുസൂചിയിലേക്ക്, ഒരു പിന്നിലേക്ക് മാഗ്നറ്റിക് സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. ആ മാഗ്നറ്റിക് സ്ട്രെങ്ത് വന്നപ്പം എന്താണ് സംഭവിച്ചു? മാഗ്നറ്റിക് നീഡിൽ അവിടെ ഡിഫ്ലക്ട് ചെയ്തു. മനസ്സിലായല്ലോ? ഇനി അപ്പൊ നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് ഒരു മുട്ടുസൂചി ഇവിടെ വെച്ചു. അടുത്ത മുട്ടുസൂചി അല്ലേ, അടുത്ത മുട്ടുസൂചിയും കൂടെ വന്നു കഴിയുമ്പോൾ എന്താണ്? അതെന്ത് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടോ? പിന്നെ അടുത്തൊരു മുട്ടുസൂചിയും കൊണ്ടുവന്നു, അതൊന്നും അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നു. അപ്പോഴും നമ്മളൊരു മാഗ്നറ്റിക് നീഡിൽ കൊണ്ടുവന്ന് അതവിടെ ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്? ഇവിടെ ഈ മുട്ടുസൂചിക്ക് എന്താണ് സംഭവിച്ചത്? ഒരു കാന്തിക ശക്തി വന്നു. അതിന് കാരണം എന്താണ്? ഈ മാഗ്നറ്റിന് ഇൻഫ്ലുവൻസ് മൂലമാണ്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് നമ്മൾ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയും. മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നത് എന്താണ്? കാന്തിക പ്രേരണം എന്ന് പറയും കേട്ടോ. കാന്തിക പ്രേരണം. നമ്മൾ ഇൻഡക്ഷൻ പഠിച്ചതല്ലേ ഇലക്ട്രിസിറ്റിയുടെ കേസിൽ അല്ലേ? ഇൻഡക്ഷൻ അതേ പ്രോസസ്സ് തന്നെ കേട്ടോ. കാന്തിക പ്രേരണം ചെയ്യുകയാണ് ഒരു കാന്തത്തിന്റെ ഇൻഫ്ലുവൻസ് മൂലം. കണ്ടോ, അതൊരു കാന്താണ്. ഈ ഒരു കാന്തത്തിന്റെ ഇൻഫ്ലുവൻസ് മൂലം കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിച്ചു അല്ലേ, കാന്തശക്തി ലഭിച്ചു. അപ്പൊ എന്താണ്? അതിനെ പറയുന്ന പേരാണ് കാന്തിക പ്രേരണം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി ഇപ്പൊ ഇതിനൊരു കാന്തിക ശക്തി, ഈ മുട്ടുസൂചിക്ക് എന്താണ്? ഒരു കാന്തിക ശക്തി വന്നു. അപ്പോൾ ഈ വസ്തുവിന് ലഭിക്കുന്ന കാന്തിക ശക്തിയെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്ന് പറയും കേട്ടോ. ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം. ഇൻഡ്യൂസ്ഡ് ഏതിനാണോ നമുക്ക് കാന്തിക ശക്തി ലഭിക്കുന്നത് ആ കാന്തിക ശക്തിയെ നമ്മൾ പറയുന്നതാണ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം അല്ലെങ്കിൽ പ്രേരിത കാന്തശക്തി എന്ന് പറയും. ഇത് നമ്മൾ മാഗ്നറ്റ് അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? അതിന്റെ എന്താണ് മാഗ്നറ്റിസം അവിടെ പോവും.
പെർമനൻ്റ് ആയിട്ട് നിൽക്കില്ല. നമ്മൾ ഈ മാഗ്നറ്റിൻ്റെ അടുത്തോട്ട് നമ്മൾ ഈ മുട്ടുസൂചി കൊണ്ടുവന്നപ്പോഴാണ് അതിലേക്കൊരു മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് വന്നത്. അത് കാന്തിക പ്രേരണ അവിടെ ഉണ്ടായി. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ നമ്മൾ ഈ മാഗ്നറ്റ് അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മാഗ്നറ്റ് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് കാന്തിക ശക്തി അവിടെ നഷ്ടപ്പെടും. അപ്പോൾ ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനത്തിൽ വരുമ്പോൾ കേട്ടോ, ഒരു കാന്തിക മണ്ഡലം, ഇവിടെ ഒരു കാന്തിക മണ്ഡലം ഓൾറെഡി ഉണ്ട്. ഈ കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനത്തിൽ വരുമ്പോൾ വസ്തുക്കൾ എങ്ങനെയാണ് കാന്തിക സ്വഭാവം താൽക്കാലികമായിട്ട് ക്രമീകരിക്കുന്നു ാന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിസിനെ നമ്മൾ എന്ത് പറയും? ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഒരു ബാർ മാഗ്നറ്റ് നമ്മളിവിടെ എന്താണ് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്താ നോക്കിയേ, ബ്രിങ് എ പിൻ ക്ലോസ് ടു വൺ പോൾ ഓഫ് ബാർ മാഗ്നറ്റ്. നോ ബ്രിങ് എ മാഗ്നറ്റിക് കോമ്പസ് നിയർ ദ ഫ്രീ എൻഡ് ഓഫ് ദി നീഡിൽ. ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി കോമ്പസ് നീഡിൽ ചേഞ്ചിങ്. കോമ്പസ് നീഡിലെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യോ? യെസ്, ചേഞ്ച് ചെയ്യുന്നു. Bring another pin near the free end of first pin. Is in the second needle getting attracted? Second needle attract ചെയ്യുന്നുണ്ടോ? അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇല്ല, അട്രാക്ട് ചെയ്യും. കാരണം എന്താണ്? ഇതിലേക്ക് എന്താണ്? ഇതൊരു മാഗ്നറ്റ്. അപ്പോൾ അതിന് നോർത്തും സൗത്തും വന്നു. പിന്നെ അതിലേക്ക് വരുമ്പോൾ പിന്നെ എന്താണ്? അടുത്ത മുട്ടുസൂചി വന്നുമ്പോൾ പിന്നെ അത് അട്രാക്ട് ചെയ്യും. Now arrange more pins are shown in the figure and find the magnetic poles of each one. ഓരോന്നിൻ്റെ മാഗ്നറ്റിക് പോൾസ് അവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് സൗത്ത് ആണ്, അപ്പോൾ ഇത് നോർത്താണ്. അപ്പോൾ ആദ്യത്തെ പിന്നിൻ്റെ കേസ് ഇത് ഏത് പോളായിട്ട് വരും? ഇത് സൗത്ത് ആയിട്ട് വരും അല്ലേ? ഇത് സൗത്ത് എങ്കിലല്ലേ അൺലൈക്ക് പോൾസ് എല്ലാം അട്രാക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതെന്താണ്? നോർത്തായിട്ട് വരും. പിന്നെ അടുത്ത പിന്നിൻ്റെ കേസിൽ ഏതാണ്? ഇത് സൗത്ത് ആയിട്ട് വരും, ഇത് നോർത്തായിട്ട് വരും. അടുത്ത പിന്നിൻ്റെ കേസിൽ വരുമ്പോൾ അതുപോലെ തന്നെ സൗത്ത്, നോർത്ത് ഇങ്ങനെ വരും. മനസ്സിലാകുമല്ലോ? അപ്പോൾ അങ്ങനെ നമുക്ക് പോൾസും കണ്ടുപിടിക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? ദെൻ കെയർഫുള്ളി റിമൂവ് ദ ഫസ്റ്റ് നീഡിൽ ഫ്രം ദ മാഗ്നറ്റ്. നമ്മൾ എന്നിട്ട് ഈ ഫസ്റ്റ് നീഡിലുണ്ടല്ലോ, ഈ നീഡിൽ നമ്മൾ ഈ മാഗ്നറ്റിൽ നിന്ന് മാറ്റുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതെല്ലാം കൂടെ താഴോട്ട് പോകും. എന്താണ്? അവിടെ കാന്തിക ശക്തി അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ ലോസ് ആയി. അപ്പോൾ ഇൻഫ്ലുവൻസ്, ഒരു മാഗ്നറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാകത്തുള്ളൂ. ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുവാണെന്നുണ്ടെങ്കിലാണ് അതിലൊരു മാഗ്നറ്റിക് സ്ട്രെങ്ത് വരത്തുള്ളൂ. മനസ്സിലായില്ല? ദാറ്റ് ഫിനോമിനൻ ഈസ് നോൺ ആസ് എ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ നീഡിലിന് കിട്ടിയ ആ ഒരു മാഗ്നറ്റിസത്തിനെ നമ്മൾ എന്ത് പറയും? ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്ന് പറയും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാ നോക്കാതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ദ ഫിനോമിനൻ ഓഫ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അക്വയറിംഗ് മാഗ്നറ്റിസം എങ്ങനെയാണ്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ മാഗ്നറ്റ് ഈസ് നോൺ ആസ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മനസ്സിലായോ? ദ ഫിനോമിനൻ ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അക്വയറിംഗ് മാഗ്നറ്റിസം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ മാഗ്നറ്റ് ഈസ് നോൺ ആസ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതായത് കാന്തത്തിന്റെ കേട്ടോ, ഒരു കാന്തത്തിന്റെ സാന്നിധ്യം മൂലം, ഇല്ല, പ്രസൻസ് ഓഫ് എ മാഗ്നറ്റ്, കാന്തത്തിന്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസമാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് പറയാം, കാന്തത്തിന്റെ സാന്നിധ്യം മൂലം, പ്രസൻസ് ഓഫ് എ മാഗ്നറ്റ്, ഒരു കാന്തിക വസ്തുവിന് അല്ലേ, മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അക്വയറിംഗ്, കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസമാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി ദ മാഗ്നറ്റിസം അക്വയർഡ് ബൈ ദ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം. അതായത് ആ കാന്തിക വസ്തു ഉണ്ടല്ലോ, ആ കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തശക്തി, അതായത് മുട്ടുസൂചിക്ക് ലഭിക്കുന്ന കാന്തശക്തി നമ്മൾ എന്ത് പറയും? ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്ന് പറയും. അതായത് പ്രേരിത കാന്തശക്തി, ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം അല്ലെങ്കിൽ പ്രേരിത കാന്തശക്തി എന്ന് പറയും കേട്ടോ. എന്താണ് പറയുന്നത്? പ്രേരിത കാന്തശക്തി, പ്രേരിത കേട്ടോ, പ്രേരിത കാന്തശക്തി. അതിന് കാരണം എന്താണ്? മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ് അവിടെ മാറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ മാഗ്നറ്റിസം നഷ്ടപ്പെടും. അതായത് ടെമ്പററി ആണ്, പെർമനന്റ് അല്ല, ടെമ്പററി ആയിട്ടുള്ള മാഗ്നറ്റിക് സ്ട്രെങ്ത് ആണ് ആ പിൻസിന് അവിടെ വന്നത്. ഓക്കെ ആണല്ലോ? ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. when a magnetic material comes under the influence of the magnetic field, the magnetic properties of the atoms inside it get temporarily arranged. This is a reason for induced magnetism. അപ്പോൾ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസത്തിന്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനത്തിൽ, അല്ലെ, കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനത്തിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ ആറ്റം ഇൻസൈഡ് ഇറ്റ് ഗെറ്റ് ടെമ്പററിലി അറേഞ്ച്ഡ്. അതായത് ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനത്തിൽ വരുമ്പോൾ കാന്തിക വസ്തുക്കളിലെ ആറ്റങ്ങളുണ്ടല്ലോ, അതിനകത്ത് ആറ്റങ്ങളല്ല ഉള്ളത്. ആ ആറ്റങ്ങളുടെ എങ്ങനെയാണ് കാന്തിക സ്വഭാവം അല്ലെങ്കിൽ മാഗ്നറ്റിക് നേച്ചർ ഒന്ന് അറേഞ്ച് ചെയ്യപ്പെടും. അറേഞ്ച് ചെയ്യപ്പെടും. അതുമൂലമാണ് അവിടെ ആ മാഗ്നറ്റിസം ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ ചോദിക്കാം അങ്ങോട്ടെ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം? അതായത് അങ്ങ് എഴുതിക്കോളൂ കേട്ടോ.
ഇത് മാഗ്നറ്റിക് അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്വാധീനത്തിൽ ഇൻഫ്ലുവൻസിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? മാഗ്നറ്റിക് സബ്സ്റ്റൻസിലെ അവിടെ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഉണ്ട്, അതിലെ ആറ്റങ്ങളുടെ മാഗ്നറ്റിക് നേച്ചർ അവിടെ എന്താണ് അറേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അവിടെ അറേഞ്ച് ചെയ്യും. അറേഞ്ച് ചെയ്യുന്നത് ടെമ്പററി ആയിട്ടാണ്, താൽക്കാലികമായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസത്തിന് കാരണം. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ, വെദർ വിത്ത് കോണ്ടാക്ട് ഓർ വിത്തൗട്ട് കോണ്ടാക്ട്. കോണ്ടാക്ട് വരുവാണെങ്കിലോ അല്ലെങ്കിൽ വിത്തൗട്ട് കോണ്ടാക്ട് ആണെങ്കിലോ ദ പൊളാരിറ്റി ഓഫ് ദ മാഗ്നറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻഡക്ഷൻ വിൽ ബി ലൈക്ക് പൊളാരിറ്റി അറ്റ് ദ ഫാർദർ എൻഡ് ആൻഡ് അൺലൈക്ക് പൊളാരിറ്റി അറ്റ് ദ നിയറർ എൻഡ്. അതായത് കോണ്ടാക്ട് മൂലമോ അല്ലെങ്കിൽ കോണ്ടാക്ട് ഇല്ലാതെ മൂലമോ അവിടെ എന്താണ് മാഗ്നറ്റിസം ഉണ്ടായല്ലോ, മാഗ്നറ്റിസം ഉണ്ടായി. അപ്പോൾ എന്താണ് അതിനൊരു പൊളാരിറ്റിയും വന്നു അല്ലേ? അപ്പോൾ ആ പൊളാരിറ്റി എങ്ങനെയാണ് അവിടെ ഉപയോഗിക്കുന്നത്? നമ്മൾ പ്രേരണം ചെയ്യപ്പെടുന്ന മാഗ്നറ്റ് ഇല്ലേ, അതിൽ നിന്നും അകലെയുള്ള അഗ്രത്ത് അതേ ധ്രുവവും അടുത്തുള്ള അഗ്രത്ത് വിപരീത ധ്രുവമായിരിക്കും. അതായത് ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ സൗത്ത് നോർത്താന്ന് വന്നു. അപ്പോൾ നോക്കി ഇതിനകലെയുള്ള ധ്രുവം ഏതാണ്? ദാ ഇവിടെ ഇല്ലേ, ദാ ഇവിടെ നോർത്ത് വന്നു. അടുത്തുള്ള ധ്രുവത്തിന് ഇങ്ങനെ ഓപ്പോസിറ്റും ആയിരിക്കും അല്ലേ? അപ്പം വെദർ വിത്ത് കോണ്ടാക്ട് ഓർ വിത്തൗട്ട് കോണ്ടാക്ട് ദ പൊളാരിറ്റി ഓഫ് ദ മാഗ്നറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻഡക്ഷൻ വിൽ ബി ലൈക്ക് പൊളാരിറ്റി അറ്റ് ദ ഫാർദർ എൻഡ്. ലൈക്ക് പൊളാരിറ്റി ഇത് നോർത്ത്, ദാ ഇവിടെ നോർത്ത് വന്നു ഫാർദർ എൻഡിൽ. ആൻഡ് അൺലൈക്ക് പൊളാരിറ്റി അറ്റ് ദ നിയറർ എൻഡ്. ആൻഡ് ഓപ്പോസിറ്റ് പൊളാരിറ്റി അൺലൈക്ക് പൊളാരിറ്റി ഇതുണ്ടല്ലോ ഇവിടെ സൗത്ത്. അപ്പം അൺലൈക്ക് പൊളാരിറ്റി അവിടുത്തെ അടുത്ത എൻഡിലും വരും. മനസ്സിലായല്ലോ? അപ്പോൾ ദാറ്റ് ഈസ് എന്താണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ? അതൊരു ഫിനോമിനാന്ന് പറഞ്ഞു. മാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ഒരു മാഗ്നറ്റിസം ലഭിക്കുന്ന ഫിനോമിനാന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? ഒരു മാഗ്നറ്റിന്റെ പ്രസൻസ് മൂലം. ദാറ്റ് ഈസ് നോൺ ആസ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഏതിനാണോ അങ്ങനെ മാഗ്നറ്റിസം ലഭിക്കുന്നത് അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്ന് പറയും. അതിന്റെ റീസൺ മനസ്സിലാക്കുക കേട്ടോ. ഇനി വാട്ട് ആർ ദി യൂസസ് ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഈ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ യൂസസ് ഒക്കെ എന്താണ് എന്നൊക്കെ പറയാം. ഒരുപാട് സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ഒരുപാട് ഡിവൈസസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ജനറേറ്റേഴ്സിൽ ഇതുകൊണ്ട് യൂസസ് നമുക്ക് പറയുവാണെങ്കിൽ പറയാന്നൊക്കെ പറഞ്ഞാൽ ജനറേറ്റേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ട്രാൻസ്ഫോമേഴ്സ് കേട്ടില്ലേ? മോട്ടോഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള മോട്ടോഴ്സുകളൊക്കെ ഇല്ലേ, മോട്ടോഴ്സിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇൻഡക്ഷൻ സ്റ്റൗവ്, ബ്രേക്കിംഗ് സിസ്റ്റം, മെറ്റൽ ഡിറ്റക്ടേഴ്സ്, വയർലെസ് ചാർജിങ്, ഇൻഡസ്ട്രിയൽ ഹീറ്റിംഗ്, ഒരുപാട് സിറ്റുവേഷൻസിൽ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളിലും എന്താണ് ഈ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. നമ്മുടെ ഇലക്ട്രിക് ബെല്ലുകളൊക്കെ ഉണ്ടല്ലോ, മാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. ജനറേറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, മോട്ടോഴ്സ്, നമ്മളെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഫാന്, മിക്സി, ഇതെല്ലാം മോട്ടറുകളല്ലേ. അപ്പം ഇതിലൊക്കെ എന്താണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം മാഗ്നറ്റിക് ഇൻഡക്ഷൻ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയാം. ജനറേറ്റേഴ്സിലെ ട്രാൻസ്ഫോമേഴ്സ്, മോട്ടോഴ്സ് എക്സെട്ര. മനസ്സിലായല്ലോ? ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഈ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ മാഗ്നറ്റിക് ഇൻഡക്ഷൻ സോഫ്റ്റ് അയണിലും സ്റ്റീലിലും എങ്ങനെയാന്ന് നോക്കാം കേട്ടോ. പച്ചിരുമ്പ്, സോഫ്റ്റ് അയൺ എന്ന് വെച്ചാൽ എന്താണ്? പച്ചിരുമ്പ്. സ്റ്റീൽ എന്ന് വെച്ചാൽ എന്താണ്? ഉരുക്ക് കേട്ടോ. ഉരുക്കിലും അതുപോലെ തന്നെ പച്ചിരുമ്പിലും എങ്ങനെയാണ് ഈ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാന്ന് നോക്കാം. അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ടോ? ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട് ഇല്ല, അത് അവിടെ ഒരു സോഫ്റ്റ് അയൺ പീസ് ആണ് കേട്ടോ. ഇതൊരു സോഫ്റ്റ് അയൺ പീസ് ആണ് വെച്ചത്, ഒരു പച്ചിരുമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നോക്കിയേ, കുറേ മാഗ്നറ്റ് കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പം ഒരു ബാർ മാഗ്നറ്റ് എടുത്തു, ഏതെങ്കിലും ഒരു ധ്രുവത്തിൽ ഒരു പച്ചിരുമ്പ് കഷ്ണം വെച്ചു. എന്നിട്ട് എന്താണ് പച്ചിരുമ്പ് എന്ത് സംഭവിക്കും? അത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി വരും. then അതിലേക്ക് നമ്മൾ എന്താണ് ഇവിടെ ചെയ്തത്? അതിലേക്ക് കുറച്ച് മുട്ടുസൂചികൾ വന്നു ഇല്ലേ? മുട്ടുസൂചികൾ വന്നപ്പോൾ എന്താണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്? അതവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടു ഇല്ലേ? മുട്ടുസൂചികളെല്ലാം അറ്റാച്ച് ചെയ്തിട്ട്. ഇനി നമ്മൾ ഈ പച്ചിരുമ്പുണ്ടല്ലോ, ഈ സോഫ്റ്റ് അയൺ കോർ, ഈ സോഫ്റ്റ് അയൺ എന്താണ്? അത് അവിടെ നിന്ന് പതിയെ റിമൂവ് ചെയ്തു. മനസ്സിലായല്ലോ? അത് പതിയെ റിമൂവ് ചെയ്തു. അപ്പൊ എന്തായിരിക്കും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്? സോഫ്റ്റ് അയൺ ഇവിടെ റിമൂവ് ചെയ്യുമ്പോൾ കേട്ടോ, ഈ സോഫ്റ്റ് അയൺ ഇവിടെ റിമൂവ് ചെയ്യുമ്പോൾ എന്താണ്? മാഗ്നറ്റിസം അവിടെ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടമാകും. അതായത് ഈ പിൻസ് എന്ത് സംഭവിക്കും? ഈ പിൻസ് ഫോൾസ് ഡൗൺ, താഴോട്ട് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ്? സോഫ്റ്റ് അയൺ എന്തായിട്ടാണ് അവിടെ ആക്ട് ചെയ്തത്? ഒരു ടെമ്പററി മാഗ്നറ്റ് ഇല്ലേ? സോഫ്റ്റ് അയൺ എന്തായിട്ട് ആക്ട് ചെയ്തത്? ഒരു ടെമ്പററി മാഗ്നറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്തത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഈ സോഫ്റ്റ് അയൺ വരും ഒരു സ്റ്റീലിന്റെ പീസ് വെച്ചു. സ്റ്റീലിന്റെ പീസ് സെയിം എക്സ്പെരിമെന്റ് ചെയ്യണം. സ്റ്റീലിന്റെ പീസ് വെച്ചു. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? കുറച്ചു നേരം, പക്ഷെ സ്റ്റീലിന്റെ പീസ് വെക്കുമ്പോൾ കുറച്ചു നേരം നമ്മൾ ഒബ്സർവ് ചെയ്യണം. പെട്ടെന്നൊന്നും മാഗ്നറ്റിസം ഇതിലേക്ക് വരില്ല. ഇപ്പോൾ സോഫ്റ്റ് അയണിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മാഗ്നറ്റിസം ഇതിലേക്ക് ഇൻഡ്യൂസ് ചെയ്യും. പക്ഷെ സ്റ്റീൽ അത്രയ്ക്ക് പെട്ടെന്ന് മാഗ്നറ്റിസം ഇൻഡ്യൂസ് ചെയ്യരുത്. സമയം എടുത്തിട്ടാണ് അത് മാഗ്നറ്റൈസ്ഡ് ആവുന്നത്. ക്ലിയർ ആയല്ലോ?
എന്താണ് പിന്നെ നമ്മൾ പിന്ന് വെച്ച് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് അട്രാക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ സ്റ്റീൽ അവിടെ നമ്മൾ മാറ്റുവാണ്, ഇല്ലേ? സ്റ്റീൽ മാറ്റുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ പിൻസ് എല്ലാം കൂടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കില്ല, അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മനസ്സിലായത്? സ്റ്റീൽ പീസിലേക്ക് അത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? സ്റ്റീലിന് അവിടെ എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ നിലനിൽക്കുന്നുണ്ട്, പെർമനന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായ എക്സ്പെരിമെന്റ്? നമ്മൾ ആദ്യമേ സോഫ്റ്റ് അയൺ കോർ വെച്ചു, സോഫ്റ്റ് അയൺ കോർ മാഗ്നറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചു, പിൻസോടെ വെച്ചു. എന്നിട്ട് സോഫ്റ്റ് അയൺ കോർ പതി ഇവിടുന്ന് മാറ്റി കഴിയുമ്പോൾ ഈ പിൻസ് എല്ലാം താഴോട്ട് വീഴുന്നതായിട്ട് കാണാൻ സാധിക്കും. സ്റ്റീൽ പീസ് വെച്ചു, സ്റ്റീൽ പീസ് ഇതുപോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞാലുള്ളത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി വരത്തുള്ളൂ. അപ്പോൾ എന്നിട്ട് നമ്മൾ സ്റ്റീൽ പീസ് ഈ മാഗ്നറ്റിൽ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ പിന്ന് വിത്ത് തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സോഫ്റ്റ് അയൺ കോറിലും അതുപോലെ തന്നെ സ്റ്റീലിലും എങ്ങനെയാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്? സോഫ്റ്റ് അയൺ കോർ എന്താണ് ഒരു ടെമ്പററി മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ സോഫ്റ്റ് അയൺ കോറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് അത് മാഗ്നറ്റൈസ്ഡ് ആവും. നമ്മൾ ഈ മാഗ്നറ്റിലോട്ട് വെച്ച് കഴിയുമ്പോൾ തന്നെ അത് പെട്ടെന്ന് ഈ ഫാസ്റ്റ് ആയിട്ട് ഇത് സോഫ്റ്റ് അയൺ കോർ ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും കേട്ടോ. പക്ഷെ എന്താണ് ഈ ബാർ മാഗ്നറ്റ് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രോപ്പർട്ടി പോകും. അപ്പൊ എന്താണ് സോഫ്റ്റ് അയൺ കോർ എന്താണ് ഒരു ടെമ്പററി മാഗ്നറ്റ് ആണ്, താൽക്കാലികമാണ്. അതേസമയം സ്റ്റീൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ മാഗ്നറ്റൈസ്ഡ് ആവാൻ, അതായത് ഇതിന് സ്റ്റീലിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി വരാൻ കുറച്ച് സമയം എടുക്കും. ഈ സോഫ്റ്റ് അയൺ കോറിനെ പോലെ പെട്ടെന്ന് മാഗ്നറ്റൈസ് ആവില്ല, അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി സ്റ്റീലിന് വരില്ല. പക്ഷെ ആയി കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അത് റീറ്റെയിൻ ചെയ്യും, അത് കുറേ സമയം അവിടെ നിലനിൽക്കും. പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് നമുക്കിപ്പം സ്റ്റീൽ പീസിനെ ഉപയോഗിക്കാൻ സാധിക്കും. ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പെട്ടെന്നൊന്നും പോവുകയില്ല, പക്ഷെ മാഗ്നറ്റൈസ്ഡ് ആവാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ ആണല്ലോ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പ്ലേസ് എ പീസ് ഓഫ് സോഫ്റ്റ് അയൺ ഓൺ വൺ ഓഫ് ദി പോൾസ് ഓഫ് ബാർ മാഗ്നറ്റ്, ഡസിൻ ദി സോഫ്റ്റ് അയൺ ബിക്കംസ് മാഗ്നറ്റൈസ്ഡ്. സോഫ്റ്റ് അയൺ എങ്ങനെയാണ് മാഗ്നറ്റൈസ്ഡ് ആവുന്നുണ്ടോ? മാഗ്നറ്റൈസ്ഡ് ആവുന്നുണ്ടെന്ന് പറയാം. നൗ ചെക്ക് വെദർ ദ സോഫ്റ്റ് അയൺ അട്രാക്ട് പിൻസ്. സോഫ്റ്റ് അയൺ അവിടെ എങ്ങനെയാണ് പിൻസിനെ അവിടെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. കെയർഫുള്ളി റിമൂവ് ദ സോഫ്റ്റ് അയൺ പീസ് ഫ്രം ദ മാഗ്നറ്റ് ആൻഡ് ഒബ്സർവ് വാട്ട് ഹാപ്പൻസ് ടു ദ പിൻ. എന്താണ് പിൻസിന് എന്ത് സംഭവിക്കും? പിൻസ് ഫോൾ ഓഫ് ഇമ്മീഡിയറ്റ്ലി എന്ന് പറയാം, ഇല്ല? എന്താണ് സംഭവിക്കുന്നത്? പിൻസ് ഫോൾ ഓഫ്, ഇല്ല, താഴോട്ട് വീഴുന്നു. ഫോൾ ഓഫ് ഇമ്മീഡിയറ്റ്ലി കേട്ടോ. ഇമ്മീഡിയറ്റ് ആയിട്ട് പിൻസ് താഴോട്ട് വീഴുന്നു. ക്ലിയർ ആയല്ലോ? ഇനി സ്റ്റീൽ വെച്ചു. ഇനി സ്റ്റീൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? അട്രാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ നിൽക്കുന്നുണ്ട്. ഇത് അവിടെ നോക്കി ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സോഫ്റ്റ് അയൺ ഗെറ്റ്സ് മാഗ്നറ്റൈസ്ഡ് ഈസിലി, ബട്ട് വെൻ ദ മാഗ്നറ്റ് ഈസ് റിമൂവ്ഡ് ഇറ്റ് ലോസസ് ഇറ്റ്സ് മാഗ്നറ്റിസം കേട്ടോ. അതായത് സോഫ്റ്റ് അയൺ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ടെമ്പററി മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കേട്ടോ. ടെമ്പററി ആണ് സോഫ്റ്റ് അയൺ. സ്റ്റീൽ ടേക്സ് മോർ ടൈം ടു ഗെറ്റ് മാഗ്നറ്റൈസ്ഡ്. സ്റ്റീൽ എങ്ങനെയാണ് കൂടുതൽ സമയം എടുക്കുന്നുണ്ട് മാഗ്നറ്റൈസ്ഡ് ആവാൻ. However, even after the magnet is removed, it does not lose its magnetism quickly. അതിന്റെ മാഗ്നറ്റിസം പെട്ടെന്ന് പോകുന്നില്ല. അതായത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പെർമനന്റ് ആണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത്? സ്റ്റീല്, അല്ലേ? സ്റ്റീല് പെർമനന്റ് മാഗ്നറ്റ് ആണ്. ദെൻ സോഫ്റ്റ് അയൺ, അല്ലേ? സോഫ്റ്റ് അയൺ എങ്ങനെയാണ്? പച്ചിരുമ്പ് എങ്ങനെയാണ്? അതൊരു ടെമ്പററി മാഗ്നറ്റ് ആണ്. അപ്പം അങ്ങനെയാവുകയാണെങ്കിൽ ഇവിടെ ഒരു കാന്തിക മണ്ഡലം വന്നു, അതായത് മാഗ്നറ്റ് ഇവിടെ വെച്ചു. ഇത് കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം മൂലമല്ല ഇത് മാഗ്നറ്റൈസ്ഡ് ആയത്. സോഫ്റ്റ് അയണും സ്റ്റീൽ പീസും മാഗ്നറ്റൈസ്ഡ് ആയത് എങ്ങനെയാണ്? ഈ മാഗ്നറ്റിന്റെ ഇൻഫ്ലുവൻസ് മൂലമാണ്. അപ്പോൾ ഒരു മാഗ്നറ്റിന്റെ ഇൻഫ്ലുവൻസ് മൂലം എന്താണ് ഒരു വസ്തു മാഗ്നറ്റിക് പ്രോപ്പർട്ടി വരുവാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വരുന്ന ആ ഒരു കഴിവിനെ പറയുന്ന പേരാണ് സസെപ്റ്റിബിലിറ്റി എന്ന് പറയും. സസെപ്റ്റിബിലിറ്റി, അതായത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന് മാഗ്നറ്റൈസ്ഡ് ആവാം, അല്ലേ? ഒരു സബ്സ്റ്റൻസ്, അത് സോഫ്റ്റ് ആണ്, സ്റ്റീൽ, ഇതൊക്കെ എങ്ങനെയാണ് മാഗ്നറ്റൈസ്ഡ് ആവാം? എങ്ങനെ മാഗ്നറ്റൈസ്ഡ് ആവാം? മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് മൂലം, ഇല്ല? ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഫ്ലുവൻസ് മൂലം ചില വസ്തുക്കൾക്ക് മാഗ്നറ്റൈസ്ഡ് ആവാൻ കഴിയും. അങ്ങനെയുള്ള ആ കഴിവിനെയാണ്. അതെല്ലാ വസ്തുക്കൾക്കും ഉണ്ടോ? റബ്ബർ അതിനൊക്കെ ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ മാഗ്നറ്റൈസ്ഡ് ആവാൻ കഴിവുള്ള ചില വസ്തുക്കൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ വസ്തുക്കളുടെ ആ കഴിവിനെ നമ്മൾ പറയുന്ന പേരാണ് സസെപ്റ്റിബിലിറ്റി എന്ന് പറയും കേട്ടോ. അവിടെ എഴുതിയിട്ടുണ്ട് സസെപ്റ്റിബിലിറ്റി, ഇമ്പോർട്ടൻ്റ് ആണ്. സസെപ്റ്റിബിലിറ്റി അതാ നോക്കട്ടെ, എബിലിറ്റി ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ടു ഗെറ്റ് മാഗ്നറ്റൈസ്ഡ്
ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവ്. കാന്തിക വസ്തുക്കളിൽ നിന്ന് സ്റ്റീലും സോഫ്റ്റ്വെയർ അതിനൊക്കെ എങ്ങനെയാണ് ഒരു മാഗ്നറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി അറ്റൈൻ ചെയ്യും. അപ്പോൾ ആ കഴിവിനെ പറയുന്ന പേരാണ് സസെപ്റ്റിബിലിറ്റി. ഒട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. സസെപ്റ്റിബിലിറ്റി ഈസ് എബിലിറ്റി ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ടു ഗെറ്റ് മാഗ്നറ്റൈസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി അത് റീറ്റെയിൻ ചെയ്യണം, കാന്തിക ശക്തി നിലനിൽക്കണം, ഇല്ലേ? കാന്തിക ശക്തി എങ്ങനെയാണ്? സോഫ്റ്റ് ആൻഡ് കോറിന് എങ്ങനെയാണ് കാന്തിക ശക്തി നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. സ്റ്റീലിൽ എങ്ങനെയാണ്? നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാന്തിക ശക്തി നിലനിർത്താനുള്ള കഴിവുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് റിറ്റൻറ്റിവിറ്റി എന്ന്, റീറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റി. അപ്പം റീറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റി ഇവിടെ ആർക്കാണ് കൂടുതൽ? സ്റ്റീലിനാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സസെപ്റ്റിബിലിറ്റി രണ്ടിനും ഉണ്ട്, ഇല്ലേ? മാഗ്നറ്റിസം ആവാനുള്ള പ്രോപ്പർട്ടി സോഫ്റ്റ്വെയറിനും ഉണ്ട്, സ്റ്റീലിനും ഉണ്ട്. പക്ഷെ അത് നിലനിൽക്കാനുള്ള കഴിവ് ആർക്കാണുള്ളത്? സ്റ്റീലിനാണ്. അപ്പം റിറ്റെയിൻ കേട്ടോ. റിറ്റൻറ്റിവിറ്റി എന്ന് വെച്ചാൽ റീറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ മതി കേട്ടോ. അപ്പം റിറ്റൻറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ടു റീറ്റെയിൻ ദ മാഗ്നറ്റിസം. കാന്തിക ശക്തി നിലനിർത്താനുള്ള കഴിവാണ് റിറ്റൻറ്റിവിറ്റി. അപ്പോൾ ഇവിടെ ആർക്കാണ് റിറ്റൻറ്റിവിറ്റി കൂടുതൽ? സ്റ്റീൽ പീസിനാണ്. സ്റ്റീലിനാണ് അവിടെ റിറ്റൻറ്റിവിറ്റി കൂടുതൽ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ എഴുതിയിരിക്കുന്ന ബോക്സിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതങ്ങനെയാവണമെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലെറ്റ് us compare the properties of soft iron and steel. Which of these has greater susceptibility? സസെപ്റ്റിബിലിറ്റി കൂടുതൽ, രണ്ടിനും സസെപ്റ്റിബിലിറ്റി ഉണ്ട്, അല്ലേ? രണ്ടിനും സസെപ്റ്റിബിലിറ്റി ഉണ്ട്. മാഗ്നറ്റൈസ്ഡ് രണ്ട് മാഗ്നറ്റൈസ്ഡ് ആവുന്നുണ്ട്. അതിൽ കൂടുതലായിട്ട് സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് മാഗ്നറ്റൈസ്ഡ് ആവാനുള്ള ആ ഒരു കഴിവ്. അത് കൂടുതൽ ആർക്കാണ്? സോഫ്റ്റ് ആൻഡ് കോറിനാണ്, അല്ലേ? സോഫ്റ്റ് ആൻഡ് ആണ്, ഇല്ലേ? സോഫ്റ്റ് ആൻഡ് അല്ലേ പെട്ടെന്ന് മാഗ്നറ്റിസം വന്നത്. ഇനി വിച്ച് ഓഫ് ദീസ് ഹാസ് ഗ്രേറ്റർ റിറ്റൻറ്റിവിറ്റി? അത് കൂടുതലായിട്ട് നിലനിർത്താനുള്ള കഴിവ് ആർക്കാണ്? സോഫ്റ്റ് ആൻഡ് ആണോ സ്റ്റീലിനാണോ? സ്റ്റീലിനാണ്, അല്ലേ? സ്റ്റീലിനാണ് ആ മാഗ്നറ്റിസം അവിടെ റീറ്റെയിൻ ചെയ്യുന്നത്, ലോങ് ടൈം റീറ്റെയിൻ ചെയ്യുന്നത്. ഇതൊക്കെ ചോദിക്കാം കേട്ടോ. സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. മാഗ്നറ്റിക് പ്രോപ്പർട്ടി അറ്റൈൻ ചെയ്യാനുള്ള കഴിവാണ്. അത് നിലനിർത്താനുള്ള കഴിവിനെ നമ്മൾ പറയുന്ന പേര് റിറ്റൻറ്റിവിറ്റി എന്ന് പറയും. അപ്പോൾ സസെപ്റ്റിബിലിറ്റി കൂടുതൽ സോഫ്റ്റ് ആൻഡ് ആണ്, റിറ്റൻറ്റിവിറ്റി കൂടുതൽ ആർക്കാണ്? സ്റ്റീലിനാണ്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബേസ്ഡ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് യു ഒബ്സർവ്ഡ്, വിച്ച് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് സ്ട്രോങ് ടെമ്പററി മാഗ്നറ്റ്? സോഫ്റ്റ് ആൻഡ് ആണോ സ്റ്റീലാണോ? സോഫ്റ്റ് ആൻഡ് ഉപയോഗിച്ചിട്ടാണോ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ താൽക്കാലിക കാന്തങ്ങൾ നിർമ്മിക്കുന്നത്? താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ടുള്ള കാന്തങ്ങൾ നിർമ്മിക്കാൻ ഏതാണ് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? പെട്ടെന്ന് നമുക്ക് മാഗ്നറ്റിസം വരണം, അത് റിമൂവ് ചെയ്യാൻ വേണം. അപ്പോൾ ഏതാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്? സോഫ്റ്റ് ആൻഡ്, അല്ലേ? സോഫ്റ്റ് ആൻഡ് ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, സോഫ്റ്റ് ആൻഡ്. അപ്പം ടെമ്പററി മാഗ്നറ്റ് നിർമ്മിക്കാൻ അതൊക്കെ ചോദിക്കാം കേട്ടോ. ടെമ്പററി മാഗ്നറ്റ് നിർമ്മിക്കാൻ ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? സോഫ്റ്റ് ആൻഡ് ആണ്. മനസ്സിലായല്ലോ? ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിക്കാനുള്ള മറ്റൊരു സെക്ഷനാണ് ദാറ്റ് ഈസ് എ പെർമിയബിലിറ്റി. അപ്പം നമ്മളിപ്പോൾ എന്താണ് സസെപ്റ്റിബിലിറ്റിയും കണ്ടു, റിറ്റൻറ്റിവിറ്റിയും കണ്ടു. അപ്പം ഇനി എന്താണ് ഈ പെർമിയബിലിറ്റി നോക്കാം. അതവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നുണ്ടോ? ഒരു ബാർ മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഇടയിലായിട്ടൊരു എന്താണ് നട്ടാണ് വെച്ചിരിക്കുന്നത്, അല്ലേ? ഒരു വലിയ ഇരുമ്പിൻ്റെ നട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ മേലിൽ എന്താണ് ഒരു ഗ്ലാസ് പ്ലേറ്റ് വെച്ചിട്ടാണ്. ഗ്ലാസ് പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് അയൺ ഫില്ലിങ്സ്, ഇരുമ്പ് പൊടി വെതറിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇരുമ്പോടി വേറിട്ട് പതിയെ നമ്മൾ ഗ്ലാസ് പ്ലേറ്റിൽ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കുക. ടാപ്പ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാലോ. ഇതാ നോക്കിയേ, ഏതൊക്കെ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് ഇരുമ്പ് പൊടി വന്നിട്ടുള്ളത്? ഈ നട്ടിൻ്റെ ഈ ഒഴിഞ്ഞ ഭാഗങ്ങളുള്ള ഈ സെൻട്രൽ പോർഷനിലേക്ക് അവിടെ ഇരുമ്പ് പൊടി വന്നിട്ടുണ്ടോ? ഇല്ല, ഇല്ലേ? അതായത് ഇരുമ്പ് പൊടിയുടെ എന്താണ് സ്പ്രെഡിങ് എങ്ങനെയാണ് അവിടെ? ഒരുപോലെയാണോ എല്ലായിടത്തും വന്നിരിക്കുന്നത്? നട്ടിൻ്റെ ആ പോർഷൻസിൽ ഒരുപോലെയാണോ വന്നിരിക്കുന്നത്? ആണോ? അല്ല. അപ്പൊ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കാം? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, ഇല്ല? അതെ, കൂടുതലായിട്ട് എവിടെയാണ്? ഇതിന് മോൾ ഭാഗത്തല്ല സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ ഉള്ളിലുണ്ടോ? അപ്പം ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കൂടുതൽ കടത്തിവിടുന്ന ആരാണ്? അയൺ പീസ് ആണ്, അല്ലേ? ഇത്രയും ഭാഗത്ത് എയർ ഉണ്ട്, പക്ഷേ എയറിന്റെ പോർഷൻ അധികം വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം ഈ അയൺ പീസിന്റെ മുകളിലല്ലേ കൂടുതലായിട്ട് അയൺ ഫില്ലിങ്സ് വന്നത്. മനസ്സിലായല്ലോ? അപ്പം കൂടുതലായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കടത്തിവിടാനുള്ള ശേഷി ആർക്കാണുള്ളത്? ഈ അയൺ പീസിനാണ്. എയറിനേക്കാളും അയൺ പീസിനാണ് അവിടെ കൂടുതലായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കടത്തിവിടാനുള്ള ശേഷിയുള്ളത് കേട്ടോ. അപ്പം വായുവിലൂടെ അല്ലെങ്കിൽ എയറിലൂടെ പോകുന്നതിനേക്കാളും ഈസി ആയിട്ട് എന്താണ് ഈ അയണിലൂടെ, അല്ലേ? പച്ചിരിമല സോഫ്റ്റ് അയണിൽ കൂടെ ഈസി ആയിട്ട് കടന്നു പോകുന്നുണ്ട്.
അപ്പോൾ ഈ കാന്തിക മണ്ഡല രേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവ്, ആ കഴിവിനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? കാന്തിക മണ്ഡല രേഖകളെ ഈസി ആയിട്ട് കടത്തിവിടണം അല്ലേ? ഈസി ആയിട്ട് കടത്തിവിടുന്ന എന്താണ്? എയർ ആണോ അയൺ ആണോ? ഈ കാന്തിക മണ്ഡല രേഖകൾ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഈസി ആയിട്ട് കടത്തിവിടുന്ന ആരാണ്? എയർ ആണോ സോഫ്റ്റ് അയൺ ആണോ? സോഫ്റ്റ് അയൺ അല്ലേ? അപ്പം ഈ കാന്തിക മണ്ഡല രേഖകൾ അല്ലെങ്കിൽ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഉള്ളിലേക്ക് കടത്തിവിടാൻ വസ്തുക്കളുടെ കഴിവിനെ അല്ലേ? അപ്പൊ ഈ വസ്തുവിന്റെ ഈ അയൺ എന്താണ് ഒരു കഴിവുണ്ട്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് പെർമിയബിലിറ്റി എന്ന് പറയും. ഇത് അവിടെ നോക്കട്ടെ, ഈ എക്സ്പെരിമെന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവിടെ കൊടുത്തിട്ടുണ്ട് അയൺ ഫില്ലിംഗ് സ്റ്റിക്കിംഗ് ടു ദ ഏരിയ വേർ ദ ഗ്യാപ്പ് ഇൻ ദ അയൺ നട്ട് ഈസ് പ്രസന്റ്. ഗ്യാപ്പിലവിടെ അയൺ ഫില്ലിങ്സ് ഉണ്ടോ? ഇല്ല ഇല്ലേ? അപ്പം കമ്പയർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ അയൺ ഫില്ലിങ്സ് ഇൻ യുവർ എക്സ്പെരിമെന്റ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് നമുക്ക് കൺക്ലൂഷൻ എത്താൻ സാധിക്കുന്നത്? സോഫ്റ്റ് അയൺ ഹാസ് എ ഹയർ എബിലിറ്റി ദാൻ എയർ ടു അലോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ടു പാസ് ത്രൂ ഇറ്റ്. സോഫ്റ്റ് അയൺ ആണ് എയറിനേക്കാളും എന്താണുള്ളത്? കൂടുതലായിട്ട് എബിലിറ്റി ഉള്ളത്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പാസ് ചെയ്യാൻ എബിലിറ്റി ഉള്ളത്. ദാറ്റ് എബിലിറ്റി ഈസ് നോൺ ആസ് ദ പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു പാസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ത്രൂ ഇറ്റ്. അതായത് എന്താണ്? കാന്തിക മണ്ഡല രേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവിനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. പെർമിയബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പൊ എന്താണ് പെർമിയബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് കാന്തിക മണ്ഡല രേഖ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവ്. ഇപ്പൊ സോഫ്റ്റ് അയൺ എങ്ങനെയാണ്? അത് കൂടുതലാണ്. പെർമിയബിലിറ്റി ഇപ്പൊ ഏതിനാണ് കൂടുതൽ? സോഫ്റ്റ് അയണിന് കൂടുതലാണ്. എയറിന് എങ്ങനെയാണ്? എയറിന് കുറവല്ലേ? മനസ്സിലായല്ലോ? അപ്പം എയറിന് പെർമിയബിലിറ്റി കുറവാണ്. സോഫ്റ്റ് അയൺ എങ്ങനെയാണ്? പെർമിയബിലിറ്റി കൂടുതലാണ്. പറയാം കേട്ടോ, എയറിനാണ് ഇവിടെ പെർമിയബിലിറ്റി കുറവാണ്. സോഫ്റ്റ് അയൺ എങ്ങനെയാണ്? പെർമിയബിലിറ്റി കേട്ടോ, പെർമിയബിലിറ്റി കൂടുതലാണ്. ഇതൊക്കെ ചോദിക്കാം കേട്ടോ, ക്വസ്റ്റ്യൻ ആയിട്ട് ഇതൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പം മനസ്സിലാക്കിയിരിക്കുക. അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വൈ ഡു കോമ്പസ് നീഡിൽ നോട്ട് ഷോ ഡയറക്ഷൻ വെൻ പ്ലേസ്ഡ് ഇൻസൈഡ് എ ബോക്സ് മെയ്ഡ് ഓഫ് സോഫ്റ്റ് അയൺ? കോമ്പസ് സൂചികൾ പച്ചിരുമ്പ് കൊണ്ടുള്ള പെട്ടിയിൽ വെച്ച് ആ ദിശ കാണിക്കില്ല. അതിന് കാരണം എന്താണ്? നമുക്കറിയാം എന്താ സംഭവിക്കുന്നത്. എർത്ത് ഉണ്ടല്ലോ അല്ലെ? എർത്തിന് എന്താണ്? സോഫ്റ്റ് അയൺ എന്ന് വെച്ചാൽ ഹൈലി മാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, പെട്ടെന്ന് മാഗ്നറ്റൈസ്ഡ് ആവും. നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്? കോമ്പസ് ഈ സോഫ്റ്റ് അയണിന്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? സോഫ്റ്റ് അയൺ എന്താണ് ഇൻഡ്യൂസ് ചെയ്യും. എർത്തിന് മാഗ്നറ്റിക് ഫീൽഡ് മൂലം അത് ഇൻഡ്യൂസ് ചെയ്യും. അത് പെട്ടെന്നായിട്ട് മാഗ്നറ്റിസം വരും. അപ്പോൾ എന്താണ്? ആ മാഗ്നറ്റിസം സോഫ്റ്റ് അയൺ ആ മാഗ്നറ്റിസം വന്നു കഴിയുമ്പോൾ ഇതെന്താണ്? ആ നീഡിൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കാണിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതാ നോക്കിയാൽ ആൻസർ ആയിട്ട് എന്ത് പറയാം? എ സോഫ്റ്റ് അയൺ ബോക്സ് ആക്ട്സ് ലൈക്ക് എ മാഗ്നറ്റിക് ഷീൽഡ് പ്രിവെന്റിങ് ദ കോമ്പസ് ഫ്രം സെൻസിങ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം കേട്ടോ. അപ്പം അത് വെച്ച് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറുന്നുണ്ട്? ഒരു മാഗ്നറ്റ് ആയിട്ട് മാറുവാണ് ചെയ്യുന്നത് സോഫ്റ്റ് അയൺ. അപ്പം എന്താണ്? സോഫ്റ്റ് അയൺ ഒരു മാഗ്നറ്റിക് ഷീൽഡായിട്ട് ആക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം കോമ്പസിന് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിനെ സെൻസ് ചെയ്യാൻ പറ്റിയതാകും. അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഡയറക്ഷൻ അവിടെ കാണിക്കുന്നില്ല. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പെർമിയബിലിറ്റി, അതുപോലെ തന്നെ സസെപ്റ്റിബിലിറ്റി, റിറ്റൻറ്റിവിറ്റി. സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മാഗ്നറ്റിക് മെറ്റീരിയൽസിന് മാഗ്നറ്റൈസ്ഡ് ആവാനുള്ള കഴിവാണ്. അത് റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ റിറ്റൻറ്റിവിറ്റി എന്ന് പറയും. അതുപോലെ തന്നെ ഒരു സബ്സ്റ്റൻസിന് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പാസ് ചെയ്യണം. അപ്പോൾ ആ ഒരു കഴിവിനെ നമ്മൾ എന്ത് പറയും? പെർമിയബിലിറ്റി എന്ന് പറയും. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 കാര്യങ്ങൾ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾക്ക് തെറ്റിപ്പോകുന്നതാണ്, മനസ്സിലാക്കി പഠിക്കുക. അപ്പം ഈ ഒരു സെക്ഷൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത്. അതിലൂടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഒക്കെ മനസ്സിലാക്കിയിരിക്കുക. മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. ഹയർ ക്ലാസ്സുകളിലേക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ തന്നെ സസെപ്റ്റിബിലിറ്റി, റിറ്റൻറ്റിവിറ്റി, അതുപോലെ തന്നെ പെർമിയബിലിറ്റി. അപ്പം ഇത്രേ ഉള്ളൂ ഈ ഒരു സെക്ഷൻ. കൃത്യമായിട്ട് പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ. അപ്പം ബാക്കിയുള്ള പോർഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് പാർട്ടുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്